അപ്പോൾ രാവിലെ തന്നെ കണ്ണൻകുട്ടി എണീറ്റ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തത്ര പണികളായിരിക്കും. അപ്പോൾ കല്യാണി വന്നിട്ട് അടുക്കളയിൽ ഒരു അരിപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ഡബ്ബയുണ്ട്, അതിൽ കയറി കഴിഞ്ഞിരിക്കും. അപ്പോൾ രാവിലത്തേക്ക് പുട്ടാറുണ്ട്. പിന്നെ തലേദിവസം അമ്മയും ചേട്ടനും വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായതായിരുന്നു കേട്ടോ, ചീര വെണ്ടക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേപ്പില ഇങ്ങനെ ചില്ലിൻ്റെ ഒരു ഇതിലിട്ട് വെച്ചപ്പോൾ ഒരു കേടില്ലാണ്ട് കുറേ ദിവസമായിട്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കറിയിൽ വേപ്പില ഇട്ട് കാച്ചില്ലെങ്കിൽ എന്തോ ഒരു സുഖക്കുറവ് പോലെ. വേപ്പിലിട്ട് കാച്ചുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചക്ക അങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടുണ്ടാക്കി, പുട്ടിന് പഴമായിരുന്നു കേട്ടോ. വേഗം ചായയും വെച്ചു. പിന്നെ പരിപ്പും ചീരയും കൂടെ ചെറിയൊരു ചാറ് വയ്ക്കാമെന്ന് കരുതി. പിന്നെ ഉണക്കമീനൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ വറക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ പിന്നത്തേക്കുള്ള പരിപാടിയാണ്. ആദ്യം ചായ പരിപാടികൾ നോക്കട്ടെ എന്ന് വിചാരിച്ച് ചായയുടെ കാര്യത്തിലേക്കാണ് കേട്ടോ രാവിലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ആക്കിയിട്ടാണ് നമുക്ക് കണ്ണൻകുട്ടിക്ക് പുട്ടും പഴവും പാലിൽ അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ മിക്ക ദിവസം കൊടുക്കാറ്. കണ്ണൻ വിചാരിക്കുന്നുണ്ടാവും എന്നോ ഒരു ദിവസം പുട്ടുണ്ടാക്കിയപ്പോൾ കഴിച്ചു. പിന്നെ അതിന് ശേഷം പുട്ടെന്ന് പറയുന്ന സാധനം അമ്മ മാറ്റി പിടിച്ചിട്ടില്ല. ഏത് നേരത്താണ് ആ വന്ന് പുട്ട് കഴിക്കാൻ തോന്നിയെന്നൊക്കെ കണ്ണൻ വിചാരിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും രാവിലെ തന്നെ നമ്മൾ എളുപ്പപ്പണിയാണല്ലോ കൂടുതലും നോക്കുക. പുട്ടെന്ന് പറയുമ്പോൾ അധികം വലിയ പണിയൊന്നുമില്ല. പിന്നെ കല്യാണിയുടെ പിറകെ കുറച്ച് നേരം നിൽക്കണം, അവളെ പല്ല് തേപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിയുമ്പോഴാണ് ഞാൻ കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ, കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്.